Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് MSc ഫിസിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇവിടെ ഇഗ്നോയിൽ നമുക്ക് കോഡ് വരുന്നത് MSc PH എന്നുള്ളതാണ്. ഇതൊരു 2 year PG പ്രോഗ്രാമാണ്. ഇതിൻ്റെ മാക്സിമം ഡ്യൂറേഷൻ വരുന്നത് 4 year ആണ്. ഇയർ വൈസ് പ്രോഗ്രാമാണിത്. അതായത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എക്സാംസ് എല്ലാം നടക്കുന്നത് ഓരോ വർഷങ്ങളിലായിട്ടായിരിക്കും. ഇതിൻ്റെ ഫീസ് വരുന്നത് 14,000 രൂപ. ഫസ്റ്റ് ഇയറിൽ 700 രൂപ എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷന്. ടോട്ടൽ 2 year വരുന്ന ഫീസ് 28,000 രൂപയാണ്. നിങ്ങൾക്ക് ജനുവരി സെഷനിലും ജൂലൈ സെഷനിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ആവശ്യക്കാർ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റിയാണ്. ഈ കോഴ്സിന് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് എലിജിബിലിറ്റി വേണ്ടത് എന്നുള്ളത്. ഗ്രാജുവേഷൻ വിത്ത് മേജർ അല്ലെങ്കിൽ ഹോണേഴ്സ് ഇൻ ഫിസിക്സ്. ഫിസിക്സിൽ നിങ്ങൾക്ക് എന്താണ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ഡിഗ്രി നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫിസിക്സിലാണ് നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇഗ്നോയിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു നോർമൽ ഡിഗ്രിയിൽ മേജർ സബ്ജക്റ്റായിട്ട് ഫിസിക്സ് എടുത്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അടുത്തൊരു കാറ്റഗറി വരുന്നത് ഗ്രാജുവേറ്റ് വിത്ത് BSc ഡിഗ്രി ഇൻക്ലൂഡിങ് ഇഗ്നോ BSc പ്രോഗ്രാംസ് അണ്ടർ CBCS വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഫിസിക്സും മാത്തമാറ്റിക്സും ഉള്ള ഇഗ്നോയിലെ CBCSൻ്റെ പ്രോഗ്രാംസിൻ്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു BSc ഡിഗ്രി ഉണ്ടായാലും മതി. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് ഗ്രാജുവേറ്റ്സ് വിത്ത് BSc ഡിഗ്രി ഓഫ് IGNO or any recognized open university with a minimum of 32 credits of physics and mathematics as one of the subject. ഫിസിക്സിലും മാത്തമാറ്റിക്സിലും 32 ക്രെഡിറ്റ്സിൻ്റെ സബ്ജക്റ്റുകൾ നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ BSc കോഴ്സായിട്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാർക്കും ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മാത്രമേ ഈ ഒരു കോഴ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലായിരിക്കും, മീഡിയം ഇംഗ്ലീഷിലായിരിക്കും, എക്സാം ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റുകൾ ഏതെല്ലാം എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 2 സെമസ്റ്ററുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് 5 സബ്ജക്റ്റുകളാണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് മാത്തമാറ്റിക്കൽ മെത്തേഡ് ഇൻ ഫിസിക്സ് തിയറി കോർ പേപ്പറാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് തിയറി കോർ പേപ്പറാണ്. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ക്വാണ്ടം മെക്കാനിസം, അതുപോലെ ഇലക്ട്രോണിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കാനുള്ള മുഴുവൻ തിയറി പേപ്പേഴ്സുകളാണ് വരുന്നത്. ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് 2, അതുപോലെ ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 5ഓളം സബ്ജക്റ്റുകൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജനറൽ ഫിസിക്സ് ലബോറട്ടറി, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ലബോറട്ടറി, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഇലക്റ്റീവ് സബ്ജക്റ്റുകളാണ് ഈ സ്റ്റാർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ദീസ് ലബോറട്ടറി കോഴ്സസ് ഇത് MPHL, അതായത് MPHL 009 എന്ന് പറയുന്നതും MPHL 010 will be conducted over the period of semesters 1 and 2 and study centers will be scheduled accordingly. അപ്പോൾ ഈ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും ഇടയിലാണ് ഈ ഒരു കോഴ്സ് നടത്തപ്പെടുന്നത്. ഓക്കെ, ഇനി വരുന്നത് സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കമ്പൽസറി തിയറി സബ്ജക്റ്റുകളുണ്ട്. ഈ ഒരു 4 തിയറി സബ്ജക്റ്റുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലബോറട്ടറി കോഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിന് ഒരു ലാബ് കോഴ്സാണ് ഇതുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇലക്റ്റീവും ഉണ്ട്. അതായത് MPHE 025 MPHE 026 എന്നീ പറഞ്ഞ 2 കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. ഇതൊരു ഇലക്റ്റീവ് കോഴ്സാണ്. ഓൺലി 1 കോഴ്സ് ഔട്ട് ഓഫ് ഈ MPHE 025 എന്നും MPHE 026 എന്നും നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇലക്റ്റീവ് കോഴ്സ് ഓപ്റ്റഡ് ഇൻ സെമസ്റ്റർ കനോട്ട് ബി ഓപ്റ്റഡ് അഗെയിൻ ഇൻ സെമസ്റ്റർ 4. അപ്പോൾ ഇലക്റ്റീവ് കോഴ്സ് തേർഡ് സെമസ്റ്ററിൽ എടുത്ത ഒരാൾ പിന്നെ അതേ സെയിം സബ്ജക്റ്റുകൾ തേർഡിൽ എടുക്കാൻ ഫോർത്തിൽ എടുക്കാൻ പാടില്ല. കാരണം
ഇതിലിപ്പോൾ നിങ്ങൾ 25 എടുത്തു, 0.25 എടുത്തു കഴിഞ്ഞാൽ 4th സെമസ്റ്ററിലും 0.25 ഉണ്ട്. ഇത് എടുക്കാൻ പാടില്ല. എടുക്കാത്തൊരു ഒന്നാണ് നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടത്, 2 ഇതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ കൃത്യമായിട്ട് അതെന്ത് ചെയ്യും പറഞ്ഞ് മനസ്സിലാക്കി തരും. ഓക്കെ, നിങ്ങളുടെ ഈ പറഞ്ഞ ലബോറട്ടറി ലാബ് കോഴ്സ് ലാബ് സബ്ജക്റ്റുകളൊക്കെ ലാബുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റഡി സെൻറ്റേഴ്സിലാണ്. അപ്പോൾ സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ വീടിന് അടുത്തുള്ള നിങ്ങൾ താമസ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റഡി സെൻറ്റർ തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് നടത്തപ്പെടുന്ന സ്റ്റഡി സെൻറ്ററിലാണ്. അതിൻ്റെ മാർക്ക് രേഖപ്പെടുത്തുന്നത്, അതിൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതൊക്കെ സ്റ്റഡി സെൻറ്ററാണ്. ഹവർ എന്തുണ്ട്, യൂണിവേഴ്സിറ്റിക്ക് ഇത് ഒരു സ്റ്റഡി സെൻറ്ററിൽ നിന്ന് മറ്റൊരു സ്റ്റഡി സെൻറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷൻസ്, ഇതിൻ്റെ എക്സാമിനേഷൻസ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇയർ വൈസ് ആയിട്ടാണ് എക്സാം എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം പിന്നീട് വരുന്ന ഓരോ 6 മന്തിലും എഴുതാൻ ബാക്കിയുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെത് നിങ്ങൾ സെക്കൻഡ് ഇയർ പീരീഡ് രജിസ്ട്രേഷൻ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൻ്റെ 4th സെമ്മും 3rd സെമ്മും 4th സെമ്മും എഴുതാവുന്നതാണ്. പിന്നെ അതിന് ശേഷം വരുന്ന 6 മന്ത്സിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എഴുതി തീർക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 2 വർഷം കൊണ്ട് കഴിയാത്തവർ 4 വർഷമാണ് മാക്സിമം ഡ്യൂറേഷൻ. അതിന് ശേഷമുള്ളവർക്ക് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. കോഴ്സ് നമുക്ക് ഇപ്പോൾ ഒരു 4 ഇയർ കഴിഞ്ഞൊരു കുട്ടിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പിന്നീടാണ് ആഗ്രഹം ഉണ്ടായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് പുതിയൊരു കോഴ്സ് ഇത് ഈ സെയിം കോഴ്സ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം.